ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്. എല്ലാവർക്കും എളുപ്പം ചോറുമൊക്കെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചിരുന്ന അത്ര എളുപ്പമുണ്ട് നമുക്ക് പൊതികെട്ടാനും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിവിടെ 10 തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടുന്ന ചേരുവകൾ കാണിച്ചു തരാം. 1 കിലോ ചെറിയ ഉള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞ് വട്ടത്തിലെടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മുടെ ഫാം ഫ്രഷ് കറിവേപ്പിലയാണ്, അത് എത്ര വേണമെങ്കിലും നോക്കിയിടാം. പിന്നെ നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, നാരകത്തിൻ്റെ ഇല. നല്ലൊരു ഫ്ലേവറൂടെ കിട്ടും. ഇനി നമ്മൾ കായമാണ് ചേർക്കുന്നത്. കായപ്പൊടി ചേർക്കുന്നവർ ലാസ്റ്റിലേ ചേർക്കാവൂ. കായമാകുമ്പോൾ ഇത് ചെറുതായിട്ട് മുറിച്ച് നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം കാണാം, നമുക്ക് തയ്യാറാക്കാം. ഇതിൻ്റെ പ്രോസസ്സ് 1 മണിക്കൂറോളം കാണും. അപ്പോൾ അത് ഇത്രയും ലെന്ത് കൂട്ടാനൊക്കത്തില്ല. നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇടണം. മുളക് പൊടി ഇടുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇടാത്തത്. പിന്നെ 1-2 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് രുചി കൂടുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ തേങ്ങയെല്ലാം നല്ല വൃത്തിയായിട്ട്, കരണ്ട് പോയതുകൊണ്ടാണ് തേങ്ങയെല്ലാം നല്ല വൃത്തിയായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്കൊരു ഉണങ്ങിയ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതുകൊണ്ട് തേങ്ങ എല്ലാം വറുത്ത് അതിന് ശേഷം നമ്മൾ എൻ്റേതായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഉഴുന്ന്. അപ്പോൾ നമ്മൾ 10 തേങ്ങയ്ക്ക് ഒരു 100 ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട്. അതൊന്ന് ചുമക്ക കണ്ടില്ലേ, ഈ പരുവം വരെ ആക്കി ഒന്ന് വറുത്തെടുക്കുക. അത് നമ്മൾ ജാറിലോട്ട് തണുത്തതിന് ശേഷം ഇട്ട് പൊടിച്ചെടുക്കാം. ഇനി അതേ അളവിൽ തന്നെ നമ്മൾ തുമര പരിപ്പാണ് എടുക്കുന്നത്. അത് ഒരു ചുമക്ക വറക്കുക. അപ്പോൾ ഇത് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ചമ്മന്തിപ്പൊടി ഡ്രൈ ആയിട്ടിരിക്കാൻ ഏറ്റവും നല്ലൊരു സംഭവമാണിത്. ഇരുന്നാൽ കേടുകൂടാതെ കുറേ നാൾ നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുക, എണ്ണ ഊറി വരത്തില്ല. അപ്പം നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതിന് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. ചിലരൊക്കെ ചമ്മന്തി പൊടി ഇടിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞ് വെള്ളം അരയ്ക്കുന്ന ചമ്മന്തിയുടെ കൂട്ട് ആവും. ഇത് പൊടിയായിട്ട് കിട്ടണമെങ്കിൽ ഇതൊക്കെ ഒരു ട്രിക്കാണ്. തന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുത്തു വിടാനായാലും ഓഫീസിലൊക്കെ പോകുന്നവർക്കായാലും കുറച്ച് വറുത്ത് വെച്ചിരുന്നാൽ നമുക്ക് 1 മാസം 2 മാസമൊക്കെ ഇരുന്നാൽ ഇങ്ങനെ ചെയ്താൽ കേടാവത്തില്ല. നമ്മുടെ തുമരയും നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇതും ആറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്ന ഉപ്പും പുളിയുമാണ്. നമ്മൾ ആദ്യമേ തന്നെ ഇത് ഉഴുന്നും തുമരയുടെ പൊടിച്ചതിന് ശേഷം ആ ജാറിൽ തന്നെ നമുക്ക് ഉപ്പും പുളിയോടെ ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യമേ തന്നെ. തേങ്ങയുടെ കൂടെ പൊടിച്ച് കഴിഞ്ഞാൽ പൊടിയത്തില്ല. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഉപ്പും പുളിയുടാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ന്യൂ കമൻസിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടും. സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും. നമ്മളിതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഉഴുന്നും തുമരയും കൂടെ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വറക്കുമ്പം രണ്ടും പ്രത്യേകം വറക്കുക. കാരണം രണ്ടിൻ്റെയും 2 മൂപ്പാണ്. പൊടിക്കുന്നത് ഒന്നിച്ച് പൊടിച്ചാൽ മതി. ഇതേ ജാറിലോട്ട് തന്നെ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിടുക, വീണ്ടും പുളി ഇടുക. പുളി നമ്മൾ ചെറുതായിട്ട് തന്നെ എടുക്കുക, വീണ്ടും ഉപ്പിടുക. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ഇങ്ങനെ ചേർത്തെടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തേങ്ങയുടെ കൂടെ ഇട്ടാൽ തീർച്ചയായിട്ടും ഇതുപോലെ പൊടിഞ്ഞ് കിട്ടത്തില്ല, ഒട്ടും കുഴഞ്ഞ് കിട്ടിയില്ല. ഉപ്പൂടെ സമം ഇട്ടത് കൊണ്ട് നമുക്കത് പൊടിയായിട്ട് തന്നെ കിട്ടി. കണ്ടില്ലേ? അപ്പോൾ ഉഴുന്ന് പൊടിച്ചത്, തുമര പൊടിച്ചത്, ഉപ്പും പുളിയുടെ പൊടിച്ചത്. ഇനി ഞാൻ തേങ്ങ ആറിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ ജാറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പൊടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടും ഉപ്പും പുളിയും എരിവും
എല്ലാ ടേസ്റ്റും ഒരുപോലെ വന്ന് ചേരും. നമ്മൾ പിന്നെ അധികം ഇളക്കാൻ നിൽക്കണ്ട, മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി. ഉണ്ടല്ലേ, ഇപ്പം തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. ഈ ഒരൊറ്റ മണം കൊണ്ട് നമുക്ക് ചോറ് നിറച്ചുണ്ണാൻ ഒക്കും. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇച്ചിരി എരിവ് കുറച്ച് എടുത്താൽ മതി. ഒരു ശകലം കുരുമുളക് പൊടിയും വേണ്ടുന്നവർക്ക് ഇടാം. പനിയൊക്കെ ഉള്ളവർക്കും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഒഴിവായി കിട്ടും. നമുക്കിത് കുറേശ്ശെ നമുക്ക് പൊടിച്ചെടുക്കാം. വീഡിയോയുടെ ലെന്തൊന്നും കൂടി പോയിട്ടില്ല. ഞാൻ മാക്സിമം ഒഴിവാക്കാവുന്നതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ന്യൂ കമേഴ്സ് ഇത് കാണുവാണെങ്കിൽ അവർക്ക് കറക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ നന്നായിട്ട് കാണിച്ചു കൊടുത്തെങ്കിലേ പറ്റൂ. അതിനുവേണ്ടി മാത്രം നമ്മളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമുക്ക് ഈ സൈഡിലോട്ട് തന്നെ ഇടാം. ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, ചമ്മന്തിപ്പൊടി. ഇനി ഈ ബാക്കി തേങ്ങ മൊത്തം ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഒരു ശകലവും ഇത് കണ്ടോ, വെറ്റ്നെസ് ഇല്ല, പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 മണിക്കൂറത്തെ യജ്ഞത്തിനൊരു വിരാമമായിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർ കൂടുതലിട്ട് ചെയ്യാതിരിക്കുക. 2 തേങ്ങ എടുത്തിട്ട് ആദ്യം ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ലളിതമായിട്ട് കിട്ടും. അതുപോലെ തന്നെ തേങ്ങ തിരുമുന്നത് ശ്രദ്ധിക്കുക, തിരുമുന്ന ഒരുപോലെ വരാൻ നോക്കുക. അതെല്ലാം അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ഒറ്റ കറക്കം കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ മൂപ്പ് പരുവൊക്കെ ഒരുപോലെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ. നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇത് ചോറി പറ്റിയൊന്ന് ഉണ്ണാം. അതുപോലെ ഈ സൂക്ഷിച്ച് വെക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളമയം ഇല്ലാത്ത പാത്രത്തിൽ തന്നെ, കുപ്പിവെണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ട് വെക്കുക. കഴിയുന്നതും പ്ലാസ്റ്റിക്കിലിടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. വാവ്.